So guys, hey guys, welcome back to my channel. It's me BTG here. Anyone new to my channel, please like, share, subscribe, guys. Guys, നമ്മള് അങ്ങനെ ഇന്ന് ആൾ ഭയങ്കര ഇവരെ സഫാൻ ഒരു കാര്യം അറിയോ? ഇവരുടെ ഈ എന്താ ഇവരെ ഈ പ്രൊഡ്യൂസറും പിന്നെ ഈ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവര് പറയണ എങ്ങനെയാന്ന് വെച്ചാ അവരുടെ കേരളത്തിലെ അവര് ഏറ്റവും വലിയ റെക്കോർഡ് പുഷ്പ 2 ഇറക്കുന്നില്ലേ, അതിന്റെ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ ഗോൾ എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ വന്ന് 12 കോടി ലിയോയെ ബീറ്റ് ചെയ്യണമെന്നാണ് അവർ പറയണത്. ലിയോയുടെ FD വന്ന് അവർക്ക് ബീറ്റ് ചെയ്യണം. ഫസ്റ്റ് റെക്കോർഡ് വന്ന് ഇപ്പം ലിയോയുടെ കേരള റെക്കോർഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ വന്ന് 12 കോടിയാണ്. സോ അതിനെ അവർക്ക് ബീറ്റ് ചെയ്യണമെന്നാണ് അവർ പറയണേ. സോ അതിന് ബീറ്റ് ചെയ്യാൻ വേണ്ടി അതിനുള്ള ട്രെയിലർ ഇതിലുണ്ടോ നമുക്ക് നോക്കി നോക്കാം അല്ലേ? അതെല്ലാം ഉണ്ടാ നോക്കാം. കാരണം ഇവന്മാർ എനിക്ക് ഏറ്റവും വലിയ പേടി എന്നറിയാം, ഈ ഫസ്റ്റും പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ ഇറക്കുമ്പോഴേ ഈ ഫസ്റ്റ് പാർട്ട് വില കൂടെ കളായി. ഇത് പുഷ്പരാജ് ഇത് ബ്രാൻഡ്. സോ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടിയുണ്ട് ഈ 2 ഒക്കെ കാണാൻ വേണ്ടി. റീസെന്റ് നമ്മൾ കുറച്ച് വിഷമത്തിലാണ് ചില ഗെയിംസ് ചില ഇതൊക്കെ ഇറങ്ങിയത്. സോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ഇതില് സഫാന തന്നെ പറഞ്ഞോ. സഫാന, അനക്ക് എങ്ങനെയാണ് ഇതിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് പുഷ്പ 2-ന്? പുഷ്പ 2-ന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് നിനക്ക്? എനിക്കറിയില്ല, ഈ സെക്കൻഡ് പാർട്ടാണ് ഒരു ചെറിയ പേടിയുണ്ട്. ഇപ്പം KGF എല്ലാവർക്കും KGF 2 ആയിരിക്കും ഏകദേശം ഇഷ്ടപ്പെട്ടുള്ള. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട KGF ഫസ്റ്റ് ആണ്. സോ അതിന്റെ അവന്റെ ഇതും കാര്യങ്ങളൊക്കെ 2-ലാണെങ്കിൽ ഭയങ്കര മാസ് എലമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ BGM വാരിയിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാസ് പിന്നെ ഫൈറ്റ്, അത് മാത്രമല്ല. പക്ഷെ ഫസ്റ്റിലുമാണ് പ്രോപ്പർ കഥയുള്ളത്. സോ അതുപോലെയാണ് നമുക്ക് പുഷ്പ ഫസ്റ്റ് വന്ന് കുറെ മിക്സഡ് റിവ്യൂസ് ആണ്. അറിയവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ 2 എങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയാം. ബാക്കിൽ മീൻ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ എല്ലാം. പ്രൊഡ്യൂസർ വന്ന് നവീൻ എർണാണ്, അതെനിക്കറിയത്തില്ല. ഇതിൽ മ്യൂസിക് വന്ന് ദേവിശ്രീ പ്രസാദാണ്. റീസെന്റ് ഐ വാച്ച് കങ്കുവ കണ്ടതോടെ എനിക്ക് ഇവന്റിലുള്ള സമാധാനം നഷ്ടപ്പെട്ടു. സോ ദേവിശ്രീ പ്രസാദ് എന്ന് പറയണത് എനിക്ക് കാതൊക്കെ അടിച്ച് പൊട്ടിച്ചുളഞ്ഞവൻ. അതുകൊണ്ട് സിനിമാട്ടോഗ്രാഫർ ഇവന്റെ പേര് അളിയ സിനിമാട്ടോഗ്രാഫറിന്റെ പേര് മൈർസ്ലോ കുബ ബ്രൊസക്. എന്തുവാടാ അത്? മാത്യു അല്ലടാ, തോമസ് മാത്യു. പോടാ ഇറങ്ങി. അളിയ മൈരസാ. ഇതില് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം VFX സൂപ്പർവൈസർ കമൽ കണ്ണൻ, എഡിറ്റർ നവീൻ നൂലി, പിന്നെ ഫൈറ്റും കാര്യങ്ങൾ പീറ്റർ കൈൻ. അപ്പോൾ ഒക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. കാരണം ഇത് തന്നെ മെയിനായിട്ട് VFX-ഉം പിന്നത് എഡിറ്റിങ്ങും ഫൈറ്റും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഡയറക്ടർ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പടം ക്ലിക്കാണ്. ഇത് ഇത്ര 4 സെറ്റായി കഴിഞ്ഞാൽ പിന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓട്ടോമാറ്റിക് 4K ആണ്. അപ്പം നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടോക്കാം അല്ലേ? അപ്പൊ അല്ലു അർജുൻ ഒരു സമയത്ത് അഴിഞ്ഞാടിക്കൊണ്ടുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കര അല്ല എന്നാലും. സോ അപ്പൊ നമുക്ക് നോക്കാം പടം ഇവിടെ എന്താവും എന്നുള്ള കാര്യം. പിന്നെ അത് വലുതായി അടിപൊളി, ഇത്രയും മതി. ഒരേ ഒരു നടന്റെ ഒരു ഫിലിം നമുക്ക് മലയാളത്തിൽ കാണുമ്പോഴേ ആളിയാ, മലയാളത്തിൽ കാണുമ്പോൾ പ്രോപ്പർ ഇതൊരു മലയാളം ഫിലിം പോലെ ആയിരിക്കും. നമുക്കൊരു ഇതിന് ഡബിങ് ഒക്കെ കാണുമ്പം ഇതൊരു മലയാളം ഫിലിം എന്ന് നമുക്ക് തോന്നിപ്പോ. അങ്ങനത്തെ ഒരു നടൻ ഉണ്ടെങ്കിൽ തെലുങ്കിൽ നിന്ന് ഇവ മാത്രമേ ഉള്ളൂ, അല്ലു അർജുൻ. ബിക്കോസ് നമ്മൾ പണ്ട് തൊട്ട് കേട്ട് പറഞ്ഞ ശരിക്കും ഇവന്റെ വോയിസ് അതന്നെ. പക്ഷെ ഇവന്റെ വോയിസ് ഇപ്പം മലയാളത്തിൽ കൊടുക്കുന്ന ആൾ എന്തായാലും അടിപൊളിയാണല്ലേ, പണ്ട് തൊട്ടേ ആ ഒരു ലെവലിൽ കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇതേപോലെ ഡബ്ഡ് മൂവീസ് ഒക്കെ കാണാൻ തമിഴിലാണ് ഇഷ്ടം. തമിഴിൽ ആ ഡയലോഗ് ഡെലിവറി കുറച്ചുകൂടെ പ്രത്യേകിച്ചൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കും. അളെ എന്റെ എക്സ്പെക്ടേഷൻ ഒരു എന്താ പറയണ, ഒരു 70% എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നേ അളയാ. അതിലൊരു 10 പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ. ഇമാര് ആവശ്യമില്ലാത്ത കണാകൊണാക്ക് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാ. കോടാലി വീട് ഈ നിഞ്ച ഫൈറ്റ് ഒക്കെ എന്തിനാണ്? പപ്പരപ്പാന്നറാ
പപ്പരപ്പയാ. ആളെ പപ്പരപ്പ. അല്ലോ. വെക്കതല്ലേ അടങ്ക മുടിയാത് താഴത്തില്ലടാ ഉം. ഇതൊക്കെ വിട്ടിപ്പോ അതാണ് അങ്ങനെ. അളയ പപ്പരപ്പ. അയ്യോ അയ്യോ. ഇപ്പം ഗായ്സ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. നീ പറടാ സഫാന, നീ പറ, ഈ പറ എന്താണ് എനക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ച്. ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൊഴപ്പുണ്ടാവൂല. നോക്കാം നമുക്ക്. പടം കണ്ടറിയാം. ഞാൻ ഇത് ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയട്ടെ അളിയാ. ഇപ്പൊ ഈ കളക്ഷൻ കാണും, അഴകല്ല കാണും. മേ ബി തെലുങ്ക് ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടും. നല്ല ഉറപ്പുണ്ട്. അത് നമ്മളെ ഇതുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടും, നോർത്ത് ഇന്ത്യയിലും ക്ലിക്ക് ആവുമെന്നാണ് തോന്നുന്നത്. പക്ഷെ മലയാളത്തിൽ കേരള ഓഡിയൻസിനും ഇവിടെ തമിഴ്നാട് ഓഡിയൻസിനും എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വൾഗറായിട്ടൊക്കെ കുറെ സീൻസൊക്കെ വാരി ഇതിൽ അടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുഷ്പ എന്ന് വെച്ചാൽ ഫ്ലവർ അല്ല, എന്തൊരു വൈൽഡ് ഫയറാ അത് ഒന്നാത്തത്. രണ്ടാമത് ആ, പപ്പരപ്പ. പിന്നെ വേറെ എന്തോന്ന്, എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഫുൾ നെഗറ്റീവ് അടിക്കണമല്ല, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ പാർട്ട് 2 എന്ന് പറയുമ്പോഴേ എനിക്കൊരു ഭയങ്കര പേടിയാണ്ട്രാ. അവര് ആ പാർട്ട് 1ന്റെ ആ ഒരു ഇതും കൂടെ നഷ്ടപ്പെടുത്തോ എന്നുള്ളൊരു ആ ഒരു ചെറിയൊരു ഗുമ്പ്. ആ ഒരു ഗുമ്മ് പോകുമെന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ നമ്മൾ എത്ര സിനിമ കണ്ടുണ്ട്. ഇപ്പം സിംഗം ഫസ്റ്റിന്റെ അത്ര സിംഗം 2 വന്നോന്നാട്ടെ കളക്ഷൻ വൈസ് ഭയങ്കര ക്ലിക്കായെന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അത്ര സ്റ്റോറിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സിംഗം 2ന്റെ അത്ര സിംഗം 3 വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കളക്ഷനും ഇല്ല, സ്റ്റോറിയും ഇല്ല, ഒന്നുമില്ല. അത് സെയിം തന്നെ VIP സിനിമ. VIP ഫസ്റ്റ് വന്ന് അത് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ സെക്കൻഡ് വന്നപ്പോൾ കണ്ട അതിൻ്റെ ഫസ്റ്റത്തെ ഗുമ്മൂടെ പോയി. അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേടിയാണ്. എന്നെ സംബന്ധിച്ചോളം പ്രോപ്പർ സെക്കൻഡ് പാർട്ട് വന്ന് ക്ലിക്കായ സിനിമ എന്ന് വെച്ചാളയാ ഒരേ ഒരു സിനിമ ഉള്ളോളയാ. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ബാഹുബലി. ബാഹുബലി പോലത്തെ ഒരു ബാഹുബലി ശരിയാ ശരിയാ. ബാഹുബലി പോലത്തെ ഒരു സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ്, സാറ്റിസ്ഫൈഡ് സെക്കൻഡ് പാർട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അടിപൊളി സാധനം, അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി സാധനം. ആ ടൈമൊക്കെ എനിക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. അത് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ആയിരുന്നു. എന്തായാലും വിജയിക്കട്ടെ പടം.